നല്ലൊരു വരുമാനം സ്ഥിരമായിട്ടുള്ളവരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന പണത്തിൻ്റെ നല്ലൊരു ശതമാനം ഇൻകം ടാക്സ് ആയിട്ട് നൽകുക എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 3 മാസം കൂടി കഴിഞ്ഞാൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറായി, ടാക്സ് അടക്കേണ്ട ദിവസങ്ങളായി. എന്നാൽ പഴയ ടാക്സ് ലാഭം പിന്തുടരുന്നവർക്കില്ലേ, നമ്മൾ ആ ഒരു തുക സ്വന്തം കാര്യത്തിനാണ് ചിലവഴിക്കുന്നതെങ്കിൽ അത്തരത്തിൽ ഇൻകം ടാക്സ് അടക്കുന്നതിൽ നിന്നും അത് ഒഴിവാക്കി കിട്ടും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇത് പല ആളുകൾക്കും അറിയില്ല. ആരോഗ്യമുള്ള ജോലിയുള്ള ചെറുപ്പക്കാർക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ടേം ഇൻഷുറൻസിനായിട്ട് ചിലവഴിക്കുന്ന തുക സർക്കാർ ഇൻകം ടാക്സ് അടക്കുന്നതിൽ നിന്നും ഒഴിവാക്കി തരുന്നുണ്ട്. പരമാവധി 1 ലക്ഷം രൂപ വരെ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ സർക്കാരിന് കൊടുക്കേണ്ട തുകയ്ക്ക് വരും ഒരു ടേം ഇൻഷുറൻസ് എടുത്തൂടെ? അപ്പോൾ അതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. മാസം ഒരു 695 രൂപയൊക്കെ കൊടുത്താൽ നിങ്ങളുടെ പ്രായം അനുസരിച്ചിട്ട് 2 കോടി വരെയും കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് ഒക്കെ ഇന്ന് ആ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും മാർച്ചിന് മുന്നേ തന്നെ എടുക്കുക. കാരണം മാർച്ച് കഴിയുമ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആയി. പിന്നെ അതുകൂടാതെ എല്ലാ വർഷവും ഫെബ്രുവരിയിൽ ആ ഒരു ബഡ്ജറ്റിന് ശേഷം ഒരു 10% വർധന ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ തവണയും ആ ഒരു വർധന ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടാൽ നമ്മൾ നേരത്തെ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിലൂടെയാണ് നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 10% വരെ ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഇവിടെ ഒരു ഏജൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഏജൻറ്റിന് കൊടുക്കേണ്ടി വരുന്ന കമ്മീഷൻ കൂടി നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കിട്ടും. ഈ ടേം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ പല വിധത്തിലുണ്ട്. സാധാരണയായിട്ട് നമ്മളൊക്കെ എടുക്കുന്നത് പറഞ്ഞാൽ നമ്മൾ അടക്കുന്ന തുക നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല. പക്ഷേ നാമമാത്രമായിട്ട് നമ്മൾ ചിലവഴിക്കുന്ന ആ ഒരു തുകയ്ക്ക് വരെ നമുക്ക് വളരെയധികം വലിയൊരു തുകയുടെ കവറേജാണ് ലഭിക്കുന്നത്. എന്നാൽ നമ്മൾ അടയ്ക്കുന്ന തുക തിരിച്ച് കിട്ടുന്ന രീതിയിലുള്ള ടേം ഇൻഷുറൻസുകളും ഉണ്ട്. പക്ഷേ അതിൻ്റെ അടയ്ക്കുന്ന പ്രീമിയം എപ്പോഴും നല്ലൊരു കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഏത് ടേം ഇൻഷുറൻസും ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ ടേം ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളും പറയുന്നൊരു കമൻ്റ് ഉണ്ട്, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിനല്ല ഗുണം, അവരങ്ങനെ സൂഹിക്കേണ്ടെന്ന്. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കുടുംബം എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ കുടുംബം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുറേ സ്വപ്നങ്ങളുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ വിവാഹം, അവരുടെ വിദ്യാഭ്യാസം, അങ്ങനെ പല പല കാര്യങ്ങളും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ആ ഒരു പ്രിയപ്പെട്ടവർ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്നൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ കൂടി അല്ലേ. അപ്പോൾ അത്തരത്തിൽ ആ ഒരു കുടുംബത്തെ സ്നേഹിക്കുന്നവർ നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ എമൗണ്ടെങ്കിലും കൊടുത്ത് ഒരു കവറേജ് ഉള്ള ഒരു ടേം ഇൻഷുറൻസ് എടുത്തിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പോളിസി ഹോൾഡർ മരണപ്പെട്ടാൽ മാത്രമല്ല, ഇപ്പോൾ ക്രിട്ടിക്കലായിട്ടുള്ളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ തുടർ ചികിത്സയ്ക്കായിട്ട് ആ ഒരു പോളിസി കവറേജിൻ്റെ 50% ഉടനെ കിട്ടുന്ന രീതിയിലുള്ള ടേം ഇൻഷുറൻസുകളും ഇന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഒരു ആഡ് ഓൺ കൂടി അതിനൊപ്പം ചേർക്കേണ്ടി വരുന്നു മാത്രം. അതുപോലെ ആക്സിഡൻറ്റ് ഡെത്തിന് എക്സ്ട്രാ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള ആഡ് ഓണും നമ്മൾ ഇതുപോലെ ടേം ഇൻഷുറൻസിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഇവിടെ ഓൺലൈനിലാകുമ്പോൾ നമുക്ക് ഏജൻറ്റ് തരുന്ന പോലെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ടേം ഇൻഷുറൻസ് നമ്മളെ അടിച്ചേൽപ്പിക്കുകയല്ല. പകരം നമുക്ക് ഇന്ത്യയിലെ എല്ലാ പ്രശസ്തമായ ഇൻഷുറൻസ് കമ്പനികളുടെയും ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ, മറ്റു ഫീച്ചറുകൾ ഇതൊക്കെ പരസ്പരം കമ്പയർ ചെയ്തിട്ട് ഏറ്റവും മികച്ച ഒരു ടേം ഇൻഷുറൻസ് തന്നെ വളരെ സിമ്പിളായിട്ട് ഞാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് കളക്ട് ചെയ്യാനൊക്കെ ആണെങ്കിൽ അവരുടെ സ്റ്റാഫ് നേരിട്ട് വീട്ടിൽ വന്ന് ഇതൊക്കെ കളക്ട് ചെയ്തോളും. പിന്നെ ടേം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. നിങ്ങളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ തൊഴിൽ, ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് നൽകണമെന്ന് കമ്പനികൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടേം ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിൽ പ്രീമിയം എത്രയായിരിക്കുമെന്നൊക്കെ ഞാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.